സാധാരണ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സ്റ്റോറി ടെല്ലേഴ്സ് ആണെങ്കിൽ അവർ പോസ്റ്റായിട്ട് തന്നെ നിൽക്കും. ഒരു ചായ പോലും കുടിക്കാൻ അവർ പോവില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും കഥ വരുന്ന ആളുടെ അടുത്ത് പുള്ളിക്കാരുടെ ജെന്യൂൻ കഥ ഉള്ളിൽ കഥയുള്ളവനാണെങ്കിൽ ഞാൻ പറയുന്നത് 20 മിനിറ്റ് കൊണ്ട് എനിക്കൊരു കഥ പറഞ്ഞു തീർക്കാൻ പറയും. നിങ്ങൾ മൂവി പിടിക്കുന്നത് കൊണ്ട് കണ്ടിന്യൂസ് കഥ കേൾക്കണം എന്നില്ല. നിങ്ങൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന് കഥ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. കഥ കേട്ട് നല്ല കഥ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്രൂഷ്യൽ. ഈ കഥയുടെ സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സെൻസ് ആണ്. ദ ബെസ്റ്റ് തിങ് ഈസ് ടു ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത് ആൻഡ് ഐഡന്റിഫൈ യുവർ വീക്ക്നെസ്. അത് SWOT അനാലിസിസ് എന്നൊക്കെ നമ്മൾ കോർപ്പറേറ്റ് വേൾഡിൽ പറയും. നിങ്ങൾ അർജുനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് കൃഷ്ണനെയാണ്, തേരിക്കാൻ. അങ്ങനെയുള്ള ഒരാളിനെ കൂടെ നിർത്തുക. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. സോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നിങ്ങൾ എപ്പിസോഡ്സ് കവർ ചെയ്ത് കാണും. റീക്യാപ്പ് ചെയ്യാൻ ചെയ്യുന്നില്ല, ബിക്കോസ് യു ഓൾറെഡി ഹാവ് ബീൻ വാച്ചിങ്. എനിക്ക് വ്യൂവർഷിപ്പ് കാണുമ്പോൾ അറിയാം, ഒരുപാട് പേര് ഇത് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യണത് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച്, ഈ കഥ കേൾക്കുന്നതിനെ കുറിച്ച്, സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റ് കേൾക്കുന്നതിനെ കുറിച്ച്. ചില പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പടം പിടിക്കാൻ വേണ്ടി വരും. ഫസ്റ്റ് പടം അവർ പിടിക്കും, പകുതി മീൻസ് മൂവി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഥ കേൾക്കും. ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ വിൽ കോൾ യു ഫോർ സ്റ്റോറി നറേഷൻ. ഈ സ്റ്റോറി നറേഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയാണ് പറയുന്നത്. അതായത് 10 മണിക്ക് നിങ്ങൾ ടൈം കൊടുക്കും, പക്ഷെ നിങ്ങൾ ഓഫീസിലേക്ക് വരുന്നത് അല്ലെങ്കിൽ കഥ പറയുന്ന ലൊക്കേഷനിൽ വരുന്നത് 2 മണിക്കാണ്. അതായത് 4 മണിക്കൂർ ആ വ്യക്തി പോസ്റ്റ്. സാധാരണ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സ്റ്റോറി ടെല്ലേഴ്സ് ആണെങ്കിൽ അവർ പോസ്റ്റായിട്ട് തന്നെ നിൽക്കും. ഒരു ചായ പോലും കുടിക്കാൻ അവർ പോവില്ല. ബിക്കോസ് അവസരം, അതായത് ഒരു പടത്തിന്റെ കഥ പറയാൻ കിട്ടുന്ന അവസരമാണ്. ആ അവസരം അവർ മാക്സിമം അത് മുതലാക്കാൻ നോക്കും. അപ്പോൾ അവർ വിചാരിക്കും ചായ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ കയറി വന്നാലോ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ദൂരത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. കോഴിക്കോട്, കാസർഗോഡ് പോലെയുള്ള സ്ഥലത്തു നിന്ന് കൊച്ചിയിലേക്ക് വന്ന് ഇവിടെ വന്ന് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്ന ആൾക്കാരുണ്ട്. ചില പ്രൊഡ്യൂസേഴ്സിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കഥ കേൾക്കുക. ഈ കണ്ടിന്യൂസ് ആയിട്ട് കഥ കേൾക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ബിക്കോസ് നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഒരു 2 മണിക്കൂർ ടൈം എടുത്ത് ഒരാൾ കഥ പറയുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ കയറുന്നു കഥ പറയുന്നു. അതായത് ഒരു ദിവസം നിങ്ങൾ 4ഉം 5ഉം കഥ കേട്ട് നിങ്ങളുടെ തന്നെ റിലേ നഷ്ടപ്പെടും. 1. 2, ഈ കഥ കേൾക്കുന്നതിന് ഇടയ്ക്ക് ഫോൺ കോൾ വരും. ഓക്കെ, എല്ലാവരും ആ ഒരു എത്തിക്സ് അവിടെ കീപ്പ് ചെയ്യത്തില്ല. ബിക്കോസ് സം ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ കഥ കേൾക്കാൻ വരുന്നവൻ താഴെയും ഞാൻ മേളിലും എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. വരുന്ന എല്ലാ ഫോണുകളും എടുക്കും, കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ്റെ ഫ്ലോ നഷ്ടപ്പെടും. നിങ്ങൾ അത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിൽ കഥ കേൾക്കാൻ പാടില്ല. അല്ലെ, കഥ കേൾക്കാനുള്ള ടൈമിൽ മാത്രം കഥ കേൾക്കുക, അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യുക. ഇത് വളരെ ഈസിയാണ്. അതിന് പകരം ആ വ്യക്തിയുടെ കഥ പറയാൻ വരുന്നവൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഫോൺ വിളിക്കുന്നു, ഫോൺ വിളിച്ചിട്ട് ഫോണിൽ ആരോടോ നിങ്ങൾ പറയുക. എനിക്കൊരു ഇൻസിഡൻറ്റ്, അതായത് എനിക്കറിയാവുന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ട്. ഒരു പ്രൊഡ്യൂസർ ഒരു കഥാകൃത്ത് ഇരുന്ന് കഥ പറയുന്നു, കഥ പറഞ്ഞിട്ട് ഫോൺ കോൾ വന്നപ്പം പുള്ളി പറയാ, എന്ത് പറയാനാടാ പോയി, കഥ കേട്ടങ്ങ് മടുത്തു, പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ, പണി ഇതായി പോയില്ലെന്ന്. സുഹൃത്ത്, 6:30 പണിയാണെന്ന് എന്നുള്ളത്. നിങ്ങളൊരു കഥ കേട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഒരു പടം ചെയ്യാൻ ഇറങ്ങിയൊക്കെ, ഈ പടം എന്ന് പറഞ്ഞാൽ 4-5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ 10 കോടി 15 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സാധനമാണ്. അതിന് മെനക്കെട്ടിരുന്ന് കഥ കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഥ കേൾക്കാൻ പാടില്ല. ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരുടെടുത്തും ഒരു സിനോപ്സിസ് അയച്ചു തരാൻ പറയുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏത് കഥയാണ്, ഏത് ജോണറാണ് പിടിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊരു വ്യക്തത വേണം. ഞാൻ ഇന്ന ജോണർ പിടിക്കുന്നു, ഒരു ഫീൽ ഗുഡ് ജോണർ പിടിക്കുന്നു, അല്ലെ ക്രൈം ത്രില്ലറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ജോണർ നിങ്ങൾ മനസ്സിലാക്കും. ആ ജോണറിനെ ബേസ് ചെയ്തിട്ടുള്ള കഥകൾ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ അവർ എന്തായാലും ഒരു സിനോപ്സിസ് അയച്ചു തരും. അതായത് ഒരു കഥാസംഹാരം അയച്ചു തരും നിങ്ങൾക്ക്. ഒരു 1 പേജ് 2 പേജ് അല്ലെങ്കിൽ 3 പേജ് എന്തായാലും കഥാസംഹാരം നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ അത് നിങ്ങൾ വായിക്കുക. വളരെ ഡീപ്പ് റിമോട്ട് ഗ്രാമത്തിൽ ഒരു 10-15 വർഷം മുമ്പ് നടക്കേണ്ട കഥയാണ്, കഥാപാത്രമാണെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കത് താല്പര്യമില്ല, ഇഷ്ടപ്പെട്ടില്ല, സോറി എനിക്ക് കഥ കേൾക്കാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾ സിനോപ്സിസ് വായിച്ച് ഇഷ്ടപ്പെടുവാണെങ്കിൽ
അതിനകത്ത് നിന്ന് 2 or 3 പേര് സെലക്ട് ചെയ്ത് അവരെ ഇൻവൈറ്റ് ചെയ്യുക കഥ പറയാൻ. അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾ അത് ഒരു ദിവസം കൊണ്ട് തീർക്കരുത്. കാര്യം ശരിയാണ്, നിങ്ങൾ ഗൾഫിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ വരുന്നതായിരിക്കും. നിങ്ങൾ രാവിലെ വരുന്നു, 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകണം. ഇതൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ അപ്പം നിങ്ങൾ ആ ആളിൻ്റെ അടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ കഥ ചുരുക്കി പറയണം. അതായത് എൻ്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് 20 മിനിറ്റ് അറ്റൻഷൻ സ്പാൻ ഒരുപാടില്ലാത്ത വ്യക്തിയാണ്. എൻ്റെ അടുത്ത് ഒരാൾ 2 മണിക്കൂർ ഇരുന്ന് കഥ പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരും. ഇപ്പം ഞാൻ എപ്പോഴും കഥ വരുന്ന ആളുടെ അടുത്ത് പുള്ളിക്കാരുടെ ജെന്യൂൻ ഉള്ളിൽ കഥയുള്ളവനാണെങ്കിൽ ഞാൻ പറയുടെ 20 മിനിറ്റ് കൊണ്ട് എനിക്കൊരു കഥ പറഞ്ഞു തീർക്കാൻ പറയും. എന്നിട്ട് സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ട് പറയാം. സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ആരെങ്കിലും വെച്ചിട്ട് സ്ക്രിപ്റ്റ് എഴുതിക്കും. പക്ഷെ ഒരു സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ കാണുമല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ 2 മണിക്കൂർ ഇരുന്ന് കഥ കേട്ട് 3 പേരുടെ കഥ കേൾക്കുമ്പോൾ 6 മണിക്കൂറാവും. നിങ്ങൾ മൂന്നാമത്തെ കഥ ആദ്യം പറയുന്നത് നിങ്ങൾ ഫ്രഷ് ആയിട്ടിരുന്ന് കഥ കേൾക്കും. പക്ഷെ രണ്ടാമത് കഴിഞ്ഞ് മൂന്നാമത്തെ ആളുടെ കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ ആ കഥയിലായിരിക്കും കാമ്പുള്ളത്. പക്ഷെ യു ആർ മെന്റലി ടയേർഡ്. അപ്പം അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയുന്നത്, നോബഡി ഈസ് ഫോഴ്സിങ് യു ടു ലിസൺ ടു എ സ്റ്റോറി. നിങ്ങൾ മൂവി പിടിക്കുന്നത് കൊണ്ട് കണ്ടിന്യൂസ് കഥ കേൾക്കണം എന്നില്ല. നിങ്ങൾ സെലക്റ്റീവായിട്ട് മാത്രം കഥ കേൾക്കുക. റെസ്പെക്ട് യുവർ ടൈം ആൻഡ് ദെയർ ടൈം. അതായത് എനിക്കൊരു ഇൻസിഡൻ്റ് ഉണ്ട്. ഒരു 4-5 വർഷം കോവിഡിന് മുമ്പുള്ള ടൈമിലാണ്. ഇപ്പോൾ അങ്ങനെ കഥ കേൾക്കുന്ന ടൈമാണ്. കഥ കേട്ട് ഫൈനലൈസ് ചെയ്ത് കമ്മിറ്റി അനലൈസ് ചെയ്തിട്ട് 4-5 പേരെ വിളിച്ച് ഞാൻ കഥ കേൾക്കുന്ന ടൈമാണ്. ഇങ്ങനെ കഥ കേട്ടുകൊണ്ടിരുന്നപ്പം കാസർഗോഡ് നിന്നാണോ കോഴിക്കോട് നിന്നൊരു പയ്യൻ വന്നു കഥ പറയാൻ വേണ്ടി. അപ്പം ഫൈനൽ റൗണ്ടാണ്. അപ്പം ഞാൻ കഥ കേട്ടു. അപ്പം ഉച്ചയ്ക്ക് 2 മണിയായി. പുള്ളി കാസർഗോഡ് നിന്ന് വരാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, എത്ര മണിക്ക് ട്രെയിനിൽ കയറണം, എത്ര മണിക്ക് കൊച്ചിയിലെത്തണം. അപ്പം വന്നു കഥ പറഞ്ഞു. എനിക്ക് കഥ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തേ, എനിക്ക് കഥ വർക്കൗട്ടായില്ല. ഇങ്ങനൊരു സ്റ്റോറി അല്ല ഞാൻ നോക്കുന്നത്. നിങ്ങൾ ഇന്ന ചേഞ്ചസ് ഇതിനകത്ത് വരുത്തിയിട്ട് നിങ്ങൾ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം ഉച്ചയ്ക്ക് 2 മണി. ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ചതാണ്. ഉച്ചയ്ക്ക് 2 മണിയായി. അപ്പോൾ പുള്ളിയുടെ രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പം എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ്റെ പൈസ ഇല്ല കയ്യിൽ. അതായത് ഉള്ള പൈസ കടം മേടിച്ച് പുള്ളി കഥ പറയാൻ വേണ്ടി കാസർഗോഡ് നിന്ന് തിരിച്ചു. പുള്ളി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു സാറേ ഞാൻ കഴിച്ചോളാം, എനിക്ക് കൂട്ടുകാരുണ്ട്, അവരുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും, നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോട്ടലിൽ പോയി പുള്ളിയുടെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ച ആളാണ്. ഒരു പൊറോട്ട, ഒരു കറി എന്തുകൊണ്ട് ഓർഡർ ചെയ്ത് ഞാൻ കഴിച്ചു. പോകാൻ നേരത്തെ പുള്ളിക്കാരൻ ഇച്ചിരി പൈസയും കൊടുത്തു. കാരണം പുള്ളിക്കാരൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ആണ് വന്നത് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം സാറിന് നിങ്ങൾക്ക് അറിയാമല്ലോ, കഥ പറയാൻ വരുന്ന ആൾ കാക്കനാട് വരെ ബസ് കയറി വന്ന്, കാസർഗോഡ് നിന്ന് ട്രെയിൻ വന്ന് സൗത്തിൽ ഇറങ്ങി, അവിടെ നിന്ന് ബസ് കയറി വരുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിരിച്ചു പോകുമ്പം പുള്ളിയുടെ കാശുമില്ല. അതായത് ഈ പുള്ളി തിരിച്ചു പോകുമ്പം പുള്ളിയുടെ വണ്ടിക്കൂലിക്കുള്ള കാശ് കാണും, പക്ഷെ ഒരു ഭക്ഷണം കഴിക്കാനുള്ള കാശില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന് കഥ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ആസ് എ പ്രൊഡ്യൂസർ യു ക്യാൻ ഡു ദാറ്റ്. എല്ലാവർക്കും നിങ്ങൾ കാശ് കൊടുക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത് സ്ട്രീം ലൈൻ ദ പ്രോസസ്. നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഗൾഫിലും അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവർ വലിയ വലിയ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവരും സ്വന്തമായിട്ട് ബിസിനസ് സ്ഥാപനമുള്ളവരും ഒക്കെയാണ്. നിങ്ങളുടെ സമയത്തിന് വിലയുള്ള പോലെ പുള്ളിക്കാരൻ്റെ സമയത്തിനും വിലയുണ്ട്. പക്ഷെങ്കിൽ ഇപ്പം അവർക്ക് ഈ കഥ പറയാൻ നടക്കുന്നവർക്ക് ചിലപ്പോൾ സാഹചര്യം കാണത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഒക്കെ വർക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും IT കമ്പനിയിൽ ജോലി ചെയ്യുന്നതായിരിക്കും. ആ IT കമ്പനിയിൽ നിന്ന് ഒരു ദിവസത്തെ ബ്രേക്ക് എടുത്തിട്ടായിരിക്കും കഥ പറയാൻ വരുന്നത്. പക്ഷെ റെസ്പെക്ട് ദ ടൈം. നിങ്ങൾ റിവ്യൂ ചെയ്യുക, വായിച്ചു നോക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിടുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, എല്ലാവർക്കും കഥ പറയാൻ അറിയില്ല. ചില ആൾക്കാർ കഥ പറയാൻ വളരെ മോശമാണ്, എന്നാൽ ചില ആൾക്കാർ കഥ പറയാൻ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണത്തില്ല, പക്ഷെ കഥ നന്നായിട്ട് പറയും. ഇതിൻ്റെ നേരെ റിവേഴ്സ് വശമുണ്ട്, കഥ പറയാൻ അറിയില്ല, പക്ഷെങ്കിൽ നമ്മൾ ആ സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചു കഴിയുമ്പം സ്ക്രിപ്റ്റിനകത്ത് കാമ്പുണ്ട്. അപ്പം കഥ പറയുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരാളിനെ റിജക്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ആദ്യം നിങ്ങൾ സിനോപ്സിസ് മേടിച്ച് വായിക്കുക. അവന് എഴുതാൻ അറിയുമോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കഥ പറയാൻ വിളിക്കുക. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ചോദിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കുക. സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുക. എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് എടുക്കുക. പ്രൊഡ്യൂസേഴ്സിനടുത്തും കോ പ്രൊഡ്യൂസേഴ്സിനടുത്തും പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്, എസ്പെഷ്യലി ഇവിടെയുള്ള ട്രഡീഷണൽ പ്രൊഡ്യൂസേഴ്സ്, അതായത് ഇവിടെ സ്ഥിരമായിട്ട് പടം പിടിക്കുന്നവരൊക്കെ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വളരെ മോശമായിട്ടൊന്നും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനായിട്ട് പോസ്റ്റ് ആക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഈ പോസ്റ്റ് ആവുന്നതല്ല, ആയിപ്പോകുന്നതാണ്. കാരണം നിങ്ങൾ
ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നു, 3 ദിവസത്തെ അവധി, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അവിടെ ബന്ധുക്കാരുടെ വീട്ടിൽ പോകണം, അവർ മരിപ്പ് വന്നു, കല്യാണം വന്നു, ഇതിൻ്റെ ഇടയ്ക്ക് കഥ പറയാനുള്ള ഷെഡ്യൂൾ വന്നു. ഗൾഫിൽ 120 കിലോമീറ്റർ 140 കിലോമീറ്റർ നിങ്ങൾ വണ്ടി ഓടിച്ച് നിങ്ങൾ പോകും. 100 കിലോമീറ്റർ 1 മണിക്കൂർ 40 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ കവർ ചെയ്യും. പക്ഷെ അത് കേരളത്തിൽ നടക്കത്തില്ല. ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ 5 മണിക്കൂർ എടുക്കും. 265 കിലോമീറ്റേഴ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം അത് ഇതാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കാതെ നിങ്ങൾ ഒരുത്തിന് ഡേറ്റ് കൊടുക്കും, ഒരു കല്യാണം അറ്റൻഡ് ചെയ്യും, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ട്രാഫിക് ജാമിലാവും, 4 മണിക്കൂർ കഴിയുമ്പോൾ കഥ കേൾക്കാൻ കയറി വരും. നിങ്ങളും ടയേർഡ്, വന്ന് നിന്ന് പോസ്റ്റ് ചെയ്യുന്നവനും ടയേർഡ്. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. റെസ്പെക്ട്, ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ഈ കഥ കേൾക്കുന്നത്, ബിക്കോസ് കഥ കേട്ട് നല്ല കഥ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്രൂഷ്യൽ. ഈ കഥയുടെ സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സെൻസാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു വരമല്ല. ആ കഥയുടെ ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസ് ഇവിടെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. 5 പടം ഫ്ലോപ്പ്, 13 പടം ഫ്ലോപ്പ്, 10 പടം ഫ്ലോപ്പ്, ഫ്ലോപ്പുകൾ ഫ്ലോപ്പാണ്. കാരണം കഥയ്ക്ക് സെൻസ് ഇല്ല. ഒരു കഥ കേട്ടാൽ ഇതെങ്ങനെ, ഇത് ഓടുമോ ഓടത്തില്ലയോ, ഇതിൻ്റെ ബിസിനസ് വശം എന്തുവാണ്, ഇതൊന്നും അറിയില്ല. കാശുണ്ട്, ചാടി ഇറങ്ങുന്നു, പിടിക്കുന്നു, പോകുന്നു. ഒരു 6 ആദ്യത്തെ ആവേശം ഒന്നും ഒരു 6 പടം പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണത്തില്ല. ആവേശം തന്നെ തണുത്തു പോകും. അതെന്തു വെച്ചാൽ നിങ്ങൾക്ക് കഥ സെൻസ് ചെയ്യാൻ അറിയത്തില്ല. ദ ബെസ്റ്റ് തിങ്, നിങ്ങളെല്ലാം ബിസിനസ്സുകാരും മറ്റേ ജോലിക്കാരും ഒക്കെ ആയിരിക്കും. സോ ദ ബെസ്റ്റ് തിങ് ഈസ് ടു ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത് ആൻഡ് ഐഡന്റിഫൈ യുവർ വീക്ക്നെസ്. അത് SWOT അനാലിസിസ് എന്നൊക്കെ നമ്മൾ കോർപ്പറേറ്റ് വേൾഡിൽ പറയും. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് എന്ന് പറഞ്ഞ പോലാണ് ഈ കഥ കേൾക്കുന്ന പരിപാടി. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. 1, 2, 3, 4 പടമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കഥയുടെ സെൻസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. സെൻസ് ഉള്ള ഒരാളിനെ കൂടെ നിൽക്കുക. നിങ്ങൾ അർജുനനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് കൃഷ്ണനെയാണ്, തേരിക്കാൻ. അങ്ങനെയുള്ള ഒരാളിനെ കൂടെ നിർത്തുക. ഇല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക. നിങ്ങൾ പറയുക ഈ പണി എനിക്ക് പറ്റുന്ന പണിയല്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ വേറൊരാളുടെ കൂടെ, ഒരു പ്രൊഡ്യൂസറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ഈ അസോസിയേഷനെ കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ കവർ ചെയ്യാം. താങ്ക് യു വെരി മച്ച് ഗൈസ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും വാച്ച് ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും ഒക്കെ എനിക്ക് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും പോർഷൻസ്, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദയവായിട്ട് എനിക്ക് മെസ്സേജ് ഇടുക. ഞാനൊരു എപ്പിസോഡ് ത്രൂ കവർ ചെയ്യാം. ഞാൻ ഇൻഡിവിജ്വലായിട്ട് അത് കവർ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ അതിന് മെയിൽ അയക്കണം. അപ്പോൾ ഒരു എപ്പിസോഡിൽ കവർ ചെയ്താൽ എല്ലാവർക്കും ഇത് കിട്ടുമല്ലോ. Because there are a lot of people who are passionate about movies but do not know where to get it. So anyway, thank you very much. Thank you for listening to me.